നീ വിലാസിനിയെയും കുട്ടി ഇവിടേക്ക് വാ. യാത്രയൊക്കെ ഇനി അഷ്ടമി പൂജ കഴിഞ്ഞിട്ടാവാം. അത് പോരെ ഏട്ടത്തി. ഞാൻ വേഗം തിരികെ ചെന്നില്ലെങ്കിൽ ബിസിനസിന്റെ കാര്യം ആകെ പെൻഡിങ് ആകും. ഏട്ടത്തി എതിര് പറയരുത്. ഞാൻ എതിര് പറയുന്നതല്ല, ഇത് നിന്റെ വീടാ. നിങ്ങൾ നിൽക്കേണ്ടത് ഇവിടെയാ. ഒരു ദിവസം ഭാര്യ വീട്ടിൽ പോയി നിൽക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ നീ ഇല്ലാത്തപ്പോ വിലാസിന് നിൽക്കേണ്ടത് ഇവിടെയാ. തൃച്ചംബരം വിലാസിനിയുടേതും കൂടിയാ. ഏട്ടത്തി പോലെ അല്ല വിലാസിനി. അവളെ ഏട്ടത്തിയെ കണ്ട് പഠിച്ചിരുന്നെങ്കിൽ ഞാൻ എത്ര ഭാഗ്യവാനായിരുന്നു. വിലാസിനിക്ക് നമ്മൾക്കാർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ചില സ്വഭാവങ്ങളുണ്ട്. എന്നെക്കാളേറെ ഏട്ടത്തിക്ക് അതറിയാം. എന്നുവെച്ച് ഞാൻ ഭാര്യയെ കുറ്റം പറഞ്ഞ് തരം താഴുകയല്ല. അവൾ വളർന്ന സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് അവൾ അങ്ങനെ ആയിപ്പോയി. ഏട്ടത്തി, ചില കാര്യങ്ങളിലെങ്കിലും അവളെ ഒന്ന് മാറ്റിയെടുക്കണമെന്ന് ഏതൊരു ഭർത്താവിനെയും പോലെ എനിക്കും ആഗ്രഹമില്ലേ? അത് ഞാൻ വിചാരിച്ച മാത്രമേ നടക്കുള്ളൂ. അതിനുള്ളൊരു ശ്രമമാണിത്. അതിന് ഏട്ടത്തെ അനുവദിക്കണം, അനുഗ്രഹിക്കണം. ഉള്ള കാര്യം പറയണമല്ലോ. ഇണക്കങ്ങളും പിണക്കങ്ങളും ഏതൊരു കുടുംബത്തിലും സർവ്വസാധാരണം. അതങ്ങനെ കിടക്കും. പക്ഷേ വിലാസിനി തൃച്ചംബരത്തെ രണ്ടാമത്തെ മരുമകളാ. അവള് നിൽക്കേണ്ടത് ഇവിടെ തന്നെയാ. പിന്നെ അവൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ചു ദിവസത്തേക്ക് നീ അവളെ കൊണ്ടുപോകുന്നതിൽ ഞാൻ എതിരൊന്നും പറയുന്നില്ല. എപ്പോഴാ ഫ്ലൈറ്റ്? ഉച്ചയ്ക്ക് ശേഷം 2:30. എല്ലാവരും ഉള്ള സ്ഥിതിക്ക് കണക്റ്റഡ് ഫ്ലൈറ്റാ. ബാംഗ്ലൂർ പോയിട്ട് അവിടുന്ന് കുട്ടികളെയും കൂട്ടിയിട്ട് വേണം പോകാൻ. ശരി, പോയിട്ട് വരൂ. ഇനി അധികം വൈകാതെ നീ വിദേശത്തുള്ള ബിസിനസ്സുകളൊക്കെ നിർത്തി ഇവിടെ സെറ്റിൽഡ് ആവണം. ശരി ഏട്ടത്തി. നന്നായി വരട്ടെ. ശരി, പോയിട്ട് വരാം. കൊള്ളാം. തൃച്ചംബരത്തിന്റെ മച്ചിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളോ? ഇല്ല, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. സംഭവിക്കാൻ അനുവദിക്കില്ല ഞാൻ. തൃച്ചംബരത്തിന്റെ മച്ചിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ വളർത്താനല്ല നിന്നെ വേഷം കെട്ടിച്ച് അങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ആ മച്ചിൽ കഴുകൻ പറന്നിരിക്കണം. രക്തബന്ധങ്ങൾ പരസ്പരം ജീവനെടുക്കാൻ ആർത്തിയോടെ ആയുധമെടുക്കുന്ന കുരുക്ഷേത്ര ഭൂവിൽ ആദ്യം വീഴുന്ന ഇരയെ കൊത്തി വലിക്കാൻ. പ്രിയങ്ക, അത് എന്താ? നാഗമഠത്തെ ഗംഗയ്ക്ക് അതിനാവില്ലേ? പറയ. അതിനാദ്യം വേണ്ടത് ആനന്ദ് നിന്റെ കഴുത്തിൽ കെട്ടുന്ന താലിയുടെ അധികാരമാണെങ്കിൽ അതിനി അധികം വൈകിക്കില്ല ഞാൻ. അതത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് വിലാസിനി ആന്റി കൂടെയില്ലെന്ന് ഓർക്കണം. എന്താ ഗംഗ ഇത്? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയെ ജാതകം തിരുത്തി പറ്റിച്ച് നീയും ആനന്ദുമായുള്ള കല്യാണം ഉറപ്പിച്ചത് എളുപ്പമുള്ള കാര്യമായിരുന്നോ? അതോ കല്യാണം മുടങ്ങിപ്പോയിട്ടും നീ തന്നെയാണ് തൃച്ചംബരത്തെ മൂത്ത മരുമകളെന്ന് അഖിലാണ്ടേശ്വരിയെ കൊണ്ട് പറയിപ്പിച്ചത് എളുപ്പമായിരുന്നോ? പറയാ. ഇതൊക്കെ പറ്റുമെങ്കിൽ ബാക്കിയൊക്കെ എങ്ങനെ നടപ്പിലാക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് ഒരു വിലാസിനി ആന്റിയുടെയും സഹായം വേണ്ട എനിക്ക്. ഞാനതല്ല പ്രിയങ്ക ഉദ്ദേശിച്ചു. നിർത്ത. നന്ദന മടങ്ങി വരുമ്പോ നീ നന്ദനെ നിന്നോടൊപ്പം നിർത്താൻ പറ്റുമോ എന്ന് ശ്രമിക്ക. അവൾ ഒരുപക്ഷെ എന്നെ അനുസരിച്ചേക്കാം. നിന്നോടങ്ങനെ ആവണമെന്നില്ല. അതിന് സാധിച്ച തൃച്ചംബരത്തിന്റെ അടിത്തൂണിളക്കാൻ പെട്ടെന്ന് സാധിച്ചെന്ന് വരും. ആ, രാത്രി നീ അധികം വൈകണ്ട. ചെല്ല. ശരി. എന്താ ഇളയച്ചൻ എന്താ പറഞ്ഞേ? ഇളയച്ചൻ വരില്ല കൃഷ്ണേട്ടാ. ഇപ്പോ ഗംഗോത്രിയില്ല.
ഇതൊരു പുതിയ കാര്യമല്ലല്ലോ. നിന്റെ ഇളയച്ചൻ എന്നും തീർത്ഥാടനത്തിലല്ലേ. ഗുരുജി ഇളയച്ചനും ഒന്നുമില്ലാതെ എങ്ങനെയാ കൃഷ്ണേട്ടാ? അഖില 4 വർഷത്തിലൊരിക്കൽ വരുന്നതല്ലേ ഈ അഷ്ടമി പൂജ. അത് ചെയ്യാറുള്ളത് തൃച്ചംബരത്തെ ഗൃഹനാഥനോ ഗൃഹനാഥയോ ആണ്. അത് അതിന്റെ രീതിക്ക് ഭംഗിയെ നടക്കും. കൃഷ്ണേട്ടൻ പറയുന്നതൊക്കെ ശരി തന്നെ. പക്ഷേ ഇളയച്ചൻ അഷ്ടമി പൂജയ്ക്ക് ഒരു നാളും വരാതിരുന്നിട്ടില്ല. ഇപ്പൊ വരില്ലെന്നറിഞ്ഞപ്പോ മനസ്സിലെന്തോ ഒരു വിഷമം, എന്തോ ഒരു ആപത്ത് വരുന്ന പോലെ. അഖില, കുടുംബത്തിലുള്ളവരുടെ ആപത്ത് ഒഴിവാക്കാനും കുടുംബത്തിന്റെ യശസ് നഷ്ടപ്പെടാതിരിക്കാനുമാണ് അഷ്ടമി പൂജ. ഒക്കെ ശരി തന്നെയാ കൃഷ്ണേട്ടാ. പക്ഷെ ഒരിക്കലും ഇല്ലാത്ത പോലെ ഇത്തവണ വല്ലാത്തൊരാശങ്ക. ഒരാശങ്കയും വേണ്ട. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നിന്റെ എല്ലാ മനോവ്യഥകളും മാറ്റും. ഹലോ മച്ചു. പൊന്നോ, എത്ര നാളായി സുവർണ കണ്ടിട്ട്. എന്താ പുഴുക്കന്താടിയൊക്കെ? എത്തിയില്ലേ? ശരിക്ക് കണ്ടോ പുഴുക്കന്താടി? ഇതെന്താ കയ്യില്? ആ, അതൊക്കെ പറയാം. വരുന്ന വഴിക്ക് ദുർഭൂതങ്ങളെ ഒന്നും കണ്ടില്ല. അല്ല, ഇളയമയും കൂട്ടാളികളൊന്നും ഇല്ല ഇവിടെ. അറിയാം, അവിടെ വിലാസിനേന്റെ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങളാ ഇതൊക്കെ. ദുബായിൽ പോവാൻ കണ്ടൊരു നേരം. ഏതായാലും അത് നന്നായി. ചുമ്മാതല്ല ഇങ്ങോട്ട് കയറിയപ്പോ ഒരു ശാന്തമായ അന്തരീക്ഷം. നിന്റെ ഇളയച്ചൻ ആരോടും പറയാതെ വന്ന് ഇളയമേം കൂട്ടി പോണമെങ്കിൽ അതിന്റെ പിന്നിൽ അരവിന്ദ് പറഞ്ഞ പോലെ മറ്റാരുമല്ല, ശിവരാമൻ അങ്കിള് തന്നെയായിരിക്കും. അല്ല, ഇതെന്താ സാധനം? നാളെ അഷ്ടമി പൂജയല്ലേ, അതിന് ആന്റിക്ക് നൽകാൻ കൊണ്ടുവന്നൊരു ഗിഫ്റ്റാ. നീ തന്നെ ഇത് ആന്റിക്ക് നാളെ രാവിലെ ഒരു കണിയായിട്ട് കൊടുത്തേക്ക്. പൂജ ചടങ്ങിന് ഞാനും ഉണ്ടാവില്ല. എനിക്ക് നാളെ ഒരു കല്യാണമുണ്ട്. അല്ല, അപ്പൊ നിങ്ങക്ക് എത്ര ദിവസം ലീവാ? ലീവൊന്നുമില്ല. കല്യാണം അറ്റൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യം ആയതുകൊണ്ട് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിൽ മുങ്ങിയതാ. തൃച്ചംബരത്തെ അഷ്ടമി പൂജയ്ക്ക് ഒരുക്കങ്ങൾ നടക്കട്ടെ. കൃഷ്ണ നിഗ്രഹത്തിന് നാളെ തൃച്ചംബരത്തൊരു പൂതന അവതാരം എടുക്കും. അതെ, തൃച്ചംബരത്തെ പല വിഗ്രഹങ്ങളും ഉടച്ചെറിയപ്പെടാൻ പോവാ. സുവർണ, ഇത് ഏയ് സാരമില്ല. ഇത് വിൽക്കാൻ നടക്കുന്നവരുടെ കയ്യിൽ നിന്ന് എത്രയോ കൃഷ്ണ വിഗ്രഹങ്ങൾ വീണുടയുന്നു. ഏതായാലും അഖിലാഞ്ചി ഇത് അറിയണ്ട. അറിഞ്ഞാ പിന്നെ ഇതൊരു ശകനപ്പിഴയായിട്ട് മാറും. അത് ശരിയാ. ഇത് ഞാൻ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാ, പാൻസും ഷർട്ടും. സൈസ് അറിയാതെ വാങ്ങിച്ച അരവിന്ദിന് ഉപയോഗിക്കാൻ പറ്റുമോ? അരവിന്ദിന്റെ ഹിപ്പ് സൈസ് ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു വർഷം മുമ്പ് 32, ഇപ്പൊ 36. കല്യാണി, നിനക്കെന്തോ എന്നോട് പറയാനുണ്ടല്ലോ. എന്താ കാര്യം? പറയൂ. ഏയ്, വേറൊന്നുമില്ല. ആ ഭദ്ര ഇവിടെ താമസിക്കാൻ പോകുന്ന കാര്യം വല്യൂഞ്ഞ് അറിഞ്ഞായിരുന്നോ? അതാണോ കല്യാണി? അത് അവന്റെ പഴയൊരു കോളേജ് മീറ്റാ. അവള് മലേഷ്യയിലോ മറ്റോ സെറ്റിൽഡ്. ഇവിടെന്തോ ആവശ്യത്തിന് വന്നപ്പോ അവനെ കാണാൻ ഇങ്ങോട്ട് വന്നു, അത്രേ ഉള്ളൂ. എന്നാലും
ഇവിടെ താമസിക്കാന്നൊക്കെ പറയുമ്പോ എന്താ കല്യാണി ഇങ്ങനെ? ഒരു കുട്ടിയുമായിട്ട് ഹോട്ടലിൽ താമസിക്കണ്ടെന്ന് കരുതിയിട്ടാവും അമ്മ ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞത്. ആ അതുകൊണ്ടല്ല, എനിക്കെന്തോ അത് വേണ്ടായിരുന്നെന്ന് തോന്നുന്നു. നന്ദന മാഡം കൂടി ഇല്ലാത്ത സമയത്ത് അനിയൻ കുഞ്ഞിനെ തിരക്കി ഒരു പെൺകുട്ടി വരാന്ന് വെച്ചാ എന്തോ അതിന്റെ പിന്നില് ഒരാപത്ത് പതിയിരിക്കുന്നത് പോലെ. ഒരാപത്തുമില്ല, എല്ലാം കല്യാണിയുടെ ഓരോ തരം തോന്നലുകളാ. മാത്രമല്ല, നീ ഗ്രാമത്തിൽ വളർന്ന പെൺകുട്ടിയാ. അതുകൊണ്ട് ചില കാര്യങ്ങൾ കണ്ടാൽ അത് തെറ്റാണെന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. ഇതിലിപ്പോ ഞാൻ നോക്കിയിട്ട് ശരികേടായിട്ട് ഒന്നും തോന്നുന്നില്ല. അതുകൊണ്ട് എന്റെ കെട്ടിയോൾ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിച്ചു നിൽക്കാതെ എനിക്കൊരു പുതിനെട്ടി കൊണ്ടുവാ. ചെല ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഞാൻ റൂമിൽ നോക്കിയിരുന്നു. ദാ ചായ കുടിക്കേ. എനിക്ക് ചായ ഒന്നും വേണ്ട കല്യാണി. ചായ വേണ്ടെങ്കി വേണ്ട. ഞാൻ ചായയായിട്ട് വന്നത് തന്നെ അല്പം സംസാരിക്കാനാ. എന്നോട് സംസാരിക്കാനോ? എന്താ? അത് ഭദ്രയെ കുറിച്ചാ. ഭദ്രയോ? അവളെ എന്റെ ഒപ്പം കൂടെ പഠിച്ച പെൺകുട്ടിയാ. എന്നെ വെറുതെ കാണാൻ വന്ന അത്രേ ഉള്ളൂ. അതല്ല നീ കുഞ്ഞെ, നിങ്ങൾ തമ്മിൽ തൊട്ടു മുമ്പ് സംസാരിച്ചതൊക്കെ യാദൃശ്ചികമായിട്ട് ഞാൻ കേട്ടു. അഖിലാമ്മയുടെ വലിയ കുഞ്ഞു ഇതറിഞ്ഞ എന്താ സംഭവിക്കുക? നന്ദനമ്മയുടെ അറിഞ്ഞ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക? ആ മനസ്സ് തകർന്നു പോവില്ലേ? കല്യാണി, ഞാൻ ആ ഭദ്ര പറയുന്നതൊക്കെ സത്യമാണോ? ആ കുട്ടിയുടെ അച്ഛൻ അനിയൻ കുഞ്ഞ് തന്നെയാണോ? സത്യം എന്താണെന്ന് വെച്ചാ എന്നോട് തുറന്നു പറയാനീ മുന്നേ. അത് കേട്ടിട്ട് എനിക്ക് തന്നെ വല്ലാത്തൊരു ചങ്കിടിപ്പ്. അപ്പോ ഇവിടെയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? പറയാനീ കുഞ്ഞെ, അവള് പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? കല്യാണി, ഞാനും അവളും തമ്മിൽ പ്രണയമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി പൊരുത്തപ്പെട്ടു പോകാൻ പ്രയാസമാണെന്ന്. അങ്ങനെ ഞങ്ങൾ സ്നേഹപൂർവ്വം പിരിഞ്ഞു. അവള് ഗർഭിണിയാണെന്നോ ഇങ്ങനൊരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തുന്നുണ്ടെന്നോ അവൾ ഒരിക്കലും എന്നോട് പറഞ്ഞിരുന്നില്ല. ഇവിടെയാണ് ശകുനിക്ക് മന്ദരയിൽ ജനിച്ച വിലാസിനിയുടെ സാന്നിധ്യം വേണ്ടിയിരുന്നത്. ഇതിനകം വാർത്ത കാട്ടു തീ പോലെ ആളിപ്പടർന്ന് അഖിലാണ്ടേശ്വരിയുടെ കാതുകളിലെത്തിയനെ. ശ്രേട്ട, അടങ്ങാത്ത പകയുമായി തൃച്ചംബരം തകർത്തെറിയാൻ നാഗമടത്ത് നിന്നും ഇറങ്ങി തിരിച്ചപ്പോ ശത്രുപക്ഷത്ത് നിന്നും ഒരാളെ കൂടി കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ അതല്ല പ്രിയങ്കയെ പറഞ്ഞു വരുന്നത്. അതൊരു ബോണസ് ആയിട്ട് മാത്രമേ ഞാൻ കൂട്ടിയിട്ടുള്ളൂ, അന്നും ഇന്നും. തൃച്ചംബരത്ത് കയറി വന്നത് മോഹിനിയാ. അവള് മായാലീലകൾ ആടി തുടങ്ങുമ്പോ തൃച്ചംബരം ആടി ഉലയും. ഇതൊന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്തോ. നീയും ഈ തൃച്ചംബരവുമാ എന്റെ മകളുടെ എല്ലാം. എന്റെ മകള് തൃച്ചംബരത്തിന്റെ സ്വത്തോ കമ്പനിയോ ഒന്നും മോഹിച്ചിട്ടില്ല. തൃച്ചംബരത്തോളം ഇല്ലെങ്കിലും കോടികളുടെ സമ്പാദ്യമുണ്ട് ഞങ്ങൾക്കും. ആണായും പെണ്ണായും അവള് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്.
അവൾ ആഗ്രഹിച്ചത് അവളുടെ ഭർത്താവിന്റെ പദവിയും വളർച്ചയുമാണ്. അതിനുവേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടി പാവം. ബാംഗ്ലൂരിൽ ബിസിനസ് മീറ്റിന് പോയിട്ട് അവൾ അവിടെ തങ്ങുന്നത് നിങ്ങളെയൊക്കെ ഫേസ് ചെയ്യാനുള്ള കുറ്റബോധം കൊണ്ടാണത്രേ. അത് മാറിയിട്ട് മടങ്ങി വന്നാൽ മതിയെന്ന് ഞാനും പറഞ്ഞു. എന്താ അവളി കാണിക്കുന്നേ? അവള് ഞങ്ങളുടെ മോളാ. ഭാഗം വച്ച പത്രം വരെ കീറി എറിഞ്ഞ ഞങ്ങളുടെ സ്വന്തം മരുമകൾ. അവളോട് വരാൻ പറയും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ വിളിക്കാം. വേണ്ട, അവൾക്ക് അരവിന്ദിനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. അധികം വൈകാതെ അവളിങ്ങെത്തും. അത്രയ്ക്ക് ജീവനാ എന്റെ മകൾക്ക് ഇവനെ. പാവമാ മോനെ അവള്. അവളെ ഒരിക്കലും നീ സങ്കടപ്പെടുത്തരുത്. ആ കണ്ണ് നനയിക്കരുത് എന്റെ മോൻ, കളിയായിട്ട് പോലും. അങ്കിള്, ഞാനൊരിക്കലും അത്... വാ. ഇതേതാ ഈ കുഞ്ഞ്? അരവിന്ദിന്റെ ഒരു ഫ്രണ്ടിന്റെ മകനാ. കുട്ടി ഇരിക്കൂ. ഡോക്ടർ, റിസൾട്ട് എന്താ? അരവിന്ദിന്റെ റിസൾട്ട് അറിയാൻ ഇത്ര തിടുക്കം? നോക്കൂ, നോർമലി പിതൃത്വത്തെക്കുറിച്ച് തർക്കമുള്ളപ്പോഴാണ് DNA ടെസ്റ്റ് നടത്തുന്നത്. അതും കോടതി ഉത്തരവുണ്ടെങ്കിൽ മാത്രം. മറ്റു തർക്കങ്ങളോ കേസുകളോ ഇല്ലെങ്കിലും ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി ആയതുകൊണ്ടാണ് ഞാൻ ഏറ്റത്. റിസ്ക്കാണ്, നിയമപരമായി തെറ്റും. ഇനി സാമ്പിൾസ് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കും. റിസൾട്ടിന് വെയിറ്റ് ചെയ്യണം. കുറഞ്ഞത് 2-3 ദിവസമെങ്കിലും എടുക്കും. എന്തായാലും ഇവിടെ നിന്ന് അറിയിക്കും. അപ്പോ വന്നാ മതി. ശരി ഡോക്ടർ. ആയിക്കോട്ടെ. ഇന്ന് ഇതിവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കണം. ഈ തൃച്ചംബരത്തിന്റെ മാനത്തിനൊരു പോറൽ പോലും വരാൻ ഞാൻ അനുവദിക്കില്ല. അതുകൊണ്ട് ഈ രാവ് വെളുക്കുമ്പോ കുഞ്ഞിനെ എടുത്തോണ്ട് സ്ഥലം വിടാൻ നോക്ക്. നിൽക്ക്. തൃച്ചംബരത്തെ ദാസിന് യജമാനന്റെ ശബ്ദം. ഈ ശബ്ദം ഈ പദവിക്കും പ്രായത്തിനും നന്നല്ല. മകളുടെ പ്രായത്തിലുള്ള ഒരുവളുടെ ഉപദേശമായിട്ട് കരുതിയാ മതി. പിന്നെ ഞങ്ങള് സംസാരിച്ചതെല്ലാം കേട്ടു എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയെങ്കിൽ എന്റെ കുട്ടിയുടെ അച്ഛൻ തൃച്ചംബരത്തെ അരവിന്ദ് കൃഷ്ണനാണെന്ന് തെളിയിച്ചിട്ടേ ഞാൻ മടങ്ങൂ. ഭദ്ര ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോ അരവിന്ദ് എന്താ ഒന്നും മിണ്ടാതെ മുഖം തിരിച്ചത്? ഭദ്ര ഇവിടെ നിൽക്കുന്നതിന് അരവിന്ദിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ? വെറുതെ എഴുതാപ്പുറന്ന് വായിക്കാൻ നിൽക്കണ്ട, അങ്ങനെയൊന്നുമില്ല. അല്ല, അരവിന്ദിന്റെ ഭാവം കണ്ട് ഞാൻ വെറുതെ ചോദിച്ചു പോയതാ. പഠിക്കുന്ന കാലത്തും ഈ അരവിന്ദ് ഇങ്ങനെ തന്നെ ആയിരുന്നു തന്നെ. നമ്മൾ രാവിലെ കാണുമ്പോ സന്തോഷത്തോടൊരു ഗുഡ് മോർണിംഗ് പറയും. നോ റെസ്പോൺസ്. അത് ഇതുവരെ മാറിയിട്ടില്ല. ഹലോ.
ആ ആ ആ സേഠ്ജി, അതിനൊന്നും നിങ്ങൾ വറീഡാവണ്ട. നമുക്ക് വർക്കാണ് മുഖ്യം. അതിനൊരു കോട്ടം വരാൻ പാടില്ല. ആ ഈ എമൗണ്ട് കറക്റ്റ്, അതങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. ആ അതൊക്കെ ഞാൻ ബ്രോയോട് സംസാരിച്ചോളാം. ആ പേയ്മെന്റ് ശരിയാക്കാം. എന്താ അരവിന്ദ്, ആരായിരുന്നു ഫോണിൽ? അതാ മാം, സേഠ്ജി ആയിരുന്നു. സേഠ്ജിയോ? എന്താ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വല്ല പ്രശ്നങ്ങളുണ്ടോ? പ്രശ്നമൊന്നുമില്ല അച്ഛാ, ഈ വർക്ക് അല്പം സ്ലോ ആണത്രേ. നമ്മൾ ആരെങ്കിലും പോയി അവിടെ 2 days നിന്നാ വർക്ക് സ്പീഡാവുന്ന സേഠ്ജി പറയുന്നത്. സേഠ്ജി പറയുന്ന കറക്റ്റാ. ബിസിനസിനിടയിൽ സേഠ്ജിക്കത് നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാ ശരി, നീ ഒരു 2 ദിവസത്തേക്ക് പോ. ബാക്കി കാര്യങ്ങളൊക്കെ ആനന്ദ് നോക്കിക്കോളും. ഹൈദരാബാദിൽ നീ പോയി 2 ദിവസം സൈറ്റിൽ നിന്നാ വർക്ക് കുറച്ചുകൂടി സ്പീഡപ്പ് ആവും. ആ ശരി, ഞാൻ ഇന്ന് തന്നെ പോവാം. ഈ ഭദ്രയുടെ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടാ തണുത്തു പോകും, എല്ലാം അവതാളത്തിലാവും. നീ ഉദ്ദേശിക്കുന്നത്? അരവിന്ദേട്ടനെ പോലെയല്ല ആനന്ദേട്ടൻ. പ്രിയങ്ക തൃച്ചംബരത്തേക്ക് വിട്ട ബോംബാണ് ഭദ്രയെന്ന് ആനന്ദേട്ടൻ അറിഞ്ഞ ഉടനെ ബുദ്ധി ഉപയോഗിച്ച് ഇതിനെ നിർവീര്യമാക്കും. ഇപ്പൊ നീ പറഞ്ഞതില് കാര്യമുണ്ട്. വിലാസിനി ആന്റിയുടെ കുറവ് പരിഹരിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്, ചുമതലയാണ്. അതുകൊണ്ട് ഉടൻ നന്ദനയെ ഇവിടെ എത്തിക്കാനുള്ള വഴി നോക്കും. പ്രിയങ്ക ശ്രമിക്കുന്നുണ്ടല്ലോ. കെണി വെച്ചാ പോരാ, കെണിയിൽ വീഴ്ത്താൻ കൂടി നോക്കണമെന്ന് പ്രിയങ്കോട് പറയൂ. അരവിന്ദേട്ടന്റെ ജീവിതത്തിന് ഭദ്ര ആപത്താണെന്നെങ്ങാനും ആനന്ദേട്ടൻ അറിഞ്ഞ ഭദ്രയും ദുർഗയൊക്കെ തെറിച്ചു പോകുന്നത് ഏത് വഴിക്കാണെന്ന് പറയാൻ പറ്റില്ല. അയ്യോ, നീ ഒരു പമ്പര വിഡ്ഢിയാണെങ്കിലും ബുദ്ധിയുള്ളവളാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. അയ്യോ, ആ എത്രയും പെട്ടെന്ന് നന്ദന ഇവിടെ എത്തണം, എന്നാലേ തൃച്ചംബരത്ത് ഒരു കോളിലൊക്കെ ഉണ്ടാവുള്ളൂ. ആ ഗംഗ എന്താ ഈ ആലോചിക്കണേ? ഞാൻ മറ്റൊരു കാര്യം ചിന്തിക്കുകയായിരുന്നു. നന്ദന വരുന്നതിന് മുൻപേ നമുക്ക് ഈ കാര്യം അഖിലാന്റിയോട് പറഞ്ഞാലോ? അത് കൊള്ളാം. ഓടുന്ന പട്ടിക്കിട്ട് ഒരു മുഴം മുമ്പേ എറിയണോന്ന് വാസോണ്ണം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതറിഞ്ഞ അരവിന്ദേട്ടനെ കൊന്നുകളയും അഖിലാന്റി. എന്താ ദാസേട്ടാ കണ്ണുകളിൽ ഒരു ഒറ്റുകാരന്റെ ഭാവം? ഈ കണ്ണുകളിൽ ഒരിക്കലും ഒരു ഒറ്റുകാരന്റെ ഭാവം വരില്ല. എന്നും നോക്കിയാൽ കാണുന്നത് ഒരു വിശ്വസ്തന്റെ ഭാവം മാത്രമായിരിക്കും. ഓ, അപ്പൊ വിശ്വാസം കാത്തുരക്ഷിക്കാനുള്ള പോക്കാണല്ലേ? ചെന്ന് യജമാനത്തിയോട് ഞാൻ ആരാണെന്നും എന്റെ ലക്ഷ്യം എന്താണെന്നും പറഞ്ഞു കൊടുക്ക. പറയും. അതിനെന്താ ഇത്ര സംശയം? ഇന്നലെ രാത്രി പ്രിയങ്ക എന്നെ കാണാൻ കൂടി വന്നപ്പോ ഞാനത് ഉറപ്പിച്ചു. എന്താ അരവിന്ദ് വിയർക്കുന്നത്? ഭയങ്കര ചൂട്. ഏയ്, ഇവിടെ അത്ര വലിയ ചൂടൊന്നുമില്ല, ആവശ്യത്തിന് തണുപ്പൊക്കെ ഉണ്ട്. അരവിന്ദ് വിയർക്കുന്നത് അതൊന്നും കൊണ്ടല്ല, DNA ടെസ്റ്റിന്റെ റിസൾട്ട് എന്താവുമെന്ന് പേടിച്ചിട്ടാ. നോക്ക്, എനിക്കെന്തിനടി പേടി? റിസൾട്ട് എനിക്ക് അനുകൂലമായിട്ടേ വരൂ. എനിക്കറിയില്ലേ അരവിന്ദനെ, മനസ്സിനകം നീറിപ്പോകുന്നുണ്ട്, പുറമെ വീരശൂര പരാക്രമം. വേണ്ട, ഹോസ്പിറ്റലാണ്, ഡോക്ടർ വരുമല്ലോ. സത്യം അറിഞ്ഞിട്ട് ഇനി ബാക്കി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, റിസൾട്ട് വരട്ടെ. ഞാൻ വന്നിട്ട് അല്പനേരമായി. വന്നത് അറിയ പോലും ചെയ്യാതെ ആലോചനയിലായിരുന്നല്ലോ. എന്താ ഇത്ര വലിയ ആലോചന?
എന്നോട് പറയാൻ പറ്റാത്തതാണെങ്കിൽ വേണ്ട. ഏയ്, നിന്നോട് പറയാൻ പറ്റാത്തതായി എനിക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ കല്യാണി? ഇല്ലെന്ന് എനിക്കറിയാം. അരവിന്ദനെ തിരക്കി വന്ന ആ പെണ്ണില്ലേ ഭദ്ര, അവളെ കുറിച്ച് എന്താ കല്യാണിയുടെ അഭിപ്രായം? ഒരിക്കൽ നീ അത് പറഞ്ഞതാ. ഇപ്പോ അഭിപ്രായത്തിന് മാറ്റം വല്ലതുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്താ ഇപ്പോ വല്ലുവിന് ഇങ്ങനെ ചോദിച്ചത്? അതനിയും കുഞ്ഞിന്റെ കൂടെ കോളേജിൽ പഠിച്ച കുട്ടിയല്ലേ? ഇവിടെ താമസിക്കുന്നതിൽ ശരികേടൊന്നുമില്ലെന്ന് പറഞ്ഞ് മാഡവും സമ്മതിച്ചതല്ലേ? എന്തോ എനിക്ക് ആ പെൺകുട്ടിയുടെ വരവത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. വല്ലുകുഞ്ഞിനും എന്തോ സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ സത്യം ഇപ്പൊ വല്ലുകുഞ്ഞിനോട് തുറന്നു പറയണ്ട. അല്ല, എന്താ വല്ലുകുഞ്ഞിനിപ്പൊ ഇങ്ങനെ തോന്നാൻ കാരണം? അങ്ങനെ തോന്നി. എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നതായിട്ട് മനസ്സിലൊരു തോന്നൽ. അല്ല, നീ എന്ത് പറയാൻ ഈ രാത്രി ഇങ്ങോട്ട് വന്നത്? ഇത് തന്നെയാ, എന്തോ പ്രശ്നം വരാൻ പോകുന്നത് പോലെ എനിക്കൊരു തോന്നല്. വരുന്നത് വരട്ടെ, അപ്പൊ കാണാം. എന്തായി? റിസൾട്ട് നെഗറ്റീവ് അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ റിസൾട്ട് നെഗറ്റീവ് തന്നെ ആയിരിക്കുമെന്ന്. എപ്പോഴും സത്യം ജയിക്കൂ. എന്തു പറ്റി? എന്തോ മുഖത്തൊരു വല്ലായിക. എന്റെ ദൈവമേ, ഞാനിതെങ്ങനെ പറയും? റിസൾട്ട് വന്നെന്നും ആ കുഞ്ഞിൻ്റെതാണെന്നും. എന്താ നീ കുഞ്ഞെ, എന്തോന്നും മിണ്ടാത്തത്? അത് റിസൾട്ട് വന്നില്ല കല്യാണി. ഇത്രയുണ്ടായിരുന്നല്ലോ. ഞാനാകെ പേടിച്ചു പോയി. ഒന്നും വരാൻ പോകുന്നില്ല, റിസൾട്ട് നെഗറ്റീവേ വരൂ. അനിയും കുഞ്ഞ് ടെൻഷനൊക്കെ കളഞ്ഞ് സമാധാനായിട്ടിരിക്കെ. ഞാനല്ലേ പറയണേ? അതെ കല്യാണി, എല്ലാ ടെൻഷനും പോണം, സമാധാനം വേണം എനിക്ക്. അനികുഞ്ഞേ, ഈ ടെൻഷനും സമാധാനമൊക്കെ നമ്മളുണ്ടാക്കുന്നതല്ലേ? അതെ, ഞാനിനി അതിന് ശ്രമിക്കാൻ പോവാ. ഇങ്ങനെ നേറി ജീവിച്ചെനിക്ക് മടുത്തു. ഇനി എനിക്ക് സമാധാനം വേണം. ഇനി കേൾക്കാൻ പോകുന്ന വാർത്ത തൃച്ചംബരത്തെ മഹാറാണി തീപ്പെട്ടു എന്നുള്ളതാ. അനുശോചനം അറിയിക്കാൻ കയ്യിൽ മനോഹരമായൊരു റീത്തുമായി ഞാനുണ്ടാവും അവിടെ. ആ ചേതനേറ്റ പോസ്റ്റ്മോർട്ടത്തിനായി വെട്ടിമുറിച്ച് തുന്നിക്കെട്ടിയ അഖിലാണ്ടേശ്വരിയുടെ തെക്ക് വടക്കുള്ള കിടപ്പ് കാണാൻ. അതിനുള്ള സൂചനയല്ലേ DNA റിപ്പോർട്ട്? അതെ ശ്രീയേട്ടാ, ആ കുഞ്ഞിന്റെ അച്ഛൻ തൃച്ചംബരത്തെ അരവിന്ദ് തന്നെയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഒന്ന് നിക്ക്. എന്താ സുഖവാസമൊക്കെ മതിയാക്കി ഇന്ന് മടങ്ങല്ലേ മലേഷ്യക്ക്? എന്താ കേട്ടില്ല? ഇന്ന് കെട്ടും ഭാണ്ഡമൊക്കെ എടുത്ത് മലേഷ്യയിലേക്ക് മടങ്ങല്ലേ? എന്താ നോക്കുന്നത്? അല്ല, എനിക്ക് ആള് മാറിപ്പോയതാണോ എന്ന് നോക്കിയതാ. നിന്റെ ആജ്ഞ കേട്ടപ്പോ അഖിലാന്റിയാണെന്ന് തോന്നിപ്പോയി. നീ തൃച്ചംബരത്തെ വെറും എച്ചില് വാരുന്നവളല്ലേ? അങ്ങനെയുള്ള നീ ആജ്ഞാപിക്കുന്നോ? അതും എന്നോട്. ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക്? അറിയാം, വന്നതിന്റെ ഉദ്ദേശം അറിയാം. അധികം വൈകാതെ DNA ടെസ്റ്റിന്റെ റിസൾട്ട് വരും. അതിനു മുമ്പ് മടങ്ങുന്നതാ നല്ലത്. അല്ലെങ്കിൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും നിന്നെ. കൊള്ളാം, എല്ലാം അറിയാവുന്ന നീ ഒന്നും അറിയാത്ത പോലെ ആയിപ്പോയല്ലോ കല്യാണി. റിസൾട്ടിന്റെ കാര്യത്തില് നിനക്ക് തെറ്റി. അത് പോസിറ്റീവാ.
അരവിന്ദ് ഒന്നും പറഞ്ഞില്ലല്ലേ? ചെല്ല്, ചെന്ന് നേരിട്ട് കണ്ട് തെറ്റ് തിരുത്തിയിട്ട് വാ. നീ വരുന്നത് വരെ ഈ ഭദ്ര ഇവിടെ തന്നെ ഉണ്ടാവും. ഞാനിനി മറ്റുള്ളവരെ മുഖത്തെങ്ങനെ നോക്കുക? എങ്ങനെ സമാധാനത്തോടെ ജീവിക്കുക? ഇപ്പൊ ഞാനൊരു കുറ്റവാളിയാ. ഇനി എനിക്ക് ജീവിക്കണ്ട. എന്തിനാ കല്യാണിനെ രക്ഷിച്ചത്? ജീവിതം ഒരു പരീക്ഷണമല്ലേ ഇനി മുന്നേ. ചിലപ്പോ ആഗ്രഹിക്കുന്ന ഒന്നും സംഭവിക്കില്ല. മറ്റു ചിലപ്പോ ആഗ്രഹിച്ചതെല്ലാം കൂടി ഒരുമിച്ച് സംഭവിക്കും. എന്ത് വന്നാലും വരുന്നിടത്ത് വെച്ച് കാണാവുന്ന ചിന്താഗതി മാത്രം മതി ജീവിക്കാനും വിജയിക്കാനും. അതിന് ആത്മഹത്യ ഒരു വഴിയല്ല. ആത്മഹത്യ ചെയ്താൽ ഈ പ്രശ്നം തീരില്ലെന്ന് മാത്രമല്ല, നാട്ടുകാർ മുഴുവൻ ഇത് അറിയുകയും ചെയ്യും. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട കല്യാണി? അല്ല, ബ്രോയോട് പറഞ്ഞാലോ? വേണ്ട, വല്യോന്നിനോട് ഇപ്പൊ പറയണ്ടെന്നാ എന്റെ അഭിപ്രായം. പിന്നെ ഞാൻ എന്താ ചെയ്യാ? മുൻവിധിയോടെയല്ല, മുന്നറിവോടെ വേണം ഏത് പ്രതിസന്ധിയും സമീപിക്കാനും ഇടപെടാനും. അനിയമുഞ്ഞ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭദ്രയും തെറ്റ് ചെയ്തിട്ടുണ്ട്. അതായിരിക്കും എന്റെ ജാതകവിധി. ഒരപ്പനായിട്ട് മരിക്കാനുള്ള ഭാഗ്യം ഈ ജന്മത്തിനിക്കില്ലായിരിക്കും. എന്താ കൃഷ്ണേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതല്ല അഖില, ഏത് നിമിഷവും നിശ്ചലമായേക്കാവുന്ന ഹൃദയവുമായല്ലേ ഞാനിങ്ങനെ നടക്കുന്നു. യാത്ര പോകുന്ന വഴിക്കോ തൃച്ചമ്പലത്ത് വെച്ചോ രാത്രിയിലോ പകലോ ഏത് സമയത്തും ഏത് സ്ഥലത്ത് വെച്ചും റിപ്പയറായ എഞ്ചിൻ നിന്നു. നല്ല അഭിനേതാക്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം കഥാപാത്രമായിരിക്കുമ്പോൾ മരിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഒരു പേരക്കുട്ടിയുടെ കളിയും ചിരിയും കണ്ട് അതിനെ താലോലിച്ച് നിറഞ്ഞ മനസ്സോടെ യാത്രയാവണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. വേണ്ട കൃഷ്ണേട്ടാ. കൃഷ്ണേട്ടന് ശേഷം അഖിലയ്ക്ക് ഒരു ജീവിതം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ കൃഷ്ണേട്ടന്? ഞാൻ ഒരു നിമിഷം ഒരു വിഷമം പറഞ്ഞപ്പോ എന്നെ കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണല്ലോ കൃഷ്ണേട്ടൻ പറയുന്നത്. കൃഷ്ണേട്ടനില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. അതുകൊണ്ട് അത്തരം അശുഭ കാര്യങ്ങളൊന്നും പറയണ്ട. എനിക്കതൊന്നും താങ്ങാനാ.